ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? നമ്മൾ ഇന്ന് നല്ലൊരു ജിലേബിയാണ് കേട്ടോ ഇവിടെ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ഇന്നലത്തെ കുറച്ച് ദോശമാവ് ഉണ്ടായിരുന്നു, അപ്പോൾ ദോശമാവും മൈദയും കൂടി ആഡ് ചെയ്തിട്ട് നമ്മൾ നല്ലൊരു ജിലേബി ഇന്ന് ഉണ്ടാക്കുവാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാകും. ദോശമാവ് ഒക്കെ ഉള്ളപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇത് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ചെയ്തു നോക്കാം. ആദ്യം നമ്മളിവിടെ കുറച്ച് ദോശമാവ് എടുത്ത് വെച്ചു. അതിൻ്റെ കൂട്ടത്തിലേക്കൊരു 3 ടീസ്പൂൺ മൈദയുണ്ടായിരുന്നു. മൈദയും കൂടെ കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. കണ്ടോ, നമ്മുടെ ദോശമാവ് മൈദയിട്ട് നമ്മൾ കറക്റ്റാക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനുള്ളിലേക്ക് ഒരു പിഞ്ച് ഉപ്പും അതുപോലെ തന്നെ ബേക്കിംഗ് പൗഡർ ഒരു സ്വല്പം ഇട്ട് നമ്മൾ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നമുക്ക് കളറിന് വേണ്ടിയിട്ട് ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതാ മാവ് ഇപ്പം നല്ല കറക്റ്റ് പരുവത്തിലായിട്ടുണ്ട്. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയെടുക്കാം. 1.5 കപ്പ് ഷുഗറും 1.5 കപ്പ് വെള്ളവും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ മെൽറ്റ് ചെയ്ത് അടുപ്പിൽ വെച്ച് നമുക്കൊന്ന് കറക്റ്റ് അതിൻ്റെ ആ കുറുക്ക് പരുവത്തിലാക്കി എടുക്കണം. അപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് നമുക്കൊന്ന് കുറച്ച് കുരുവൊക്കെ മാറ്റിയിട്ട് കുറച്ച് നാരങ്ങാനീര് നമ്മൾ അതിനുള്ളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ ജിലേബി തിന്നുമ്പോൾ ചെറിയൊരു പുളി വരാറില്ലേ, അപ്പോൾ ആ പുളി കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഈ നാരങ്ങ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതാ നമ്മുടെ മാവ് ഇവിടെ കറക്റ്റ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഇനി ഇതെന്ത് ചെയ്യുക, ഈ കുപ്പിയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഈ കുപ്പിയുടെ അടപ്പിൽ നമ്മളൊരു ദ്വാരം ഇട്ടിട്ടുണ്ട്. ഇനി അതിനകത്തൂടെ നമ്മൾ എന്ത് ചെയ്യും, കുപ്പി പ്രസ് ചെയ്തിട്ട് അതിനകത്തോട്ട് ഒഴിക്കുകയാണ്. അപ്പോൾ ദാ കണ്ടോ, നമ്മുടെ കുപ്പിയുടെ ആ ഓട്ടയിൽ കൂടെ നമ്മൾ എന്ത് ചെയ്യും, ഓരോന്നും റൗണ്ടാക്കി ചുറ്റിച്ചെടുത്ത് ചെയ്ത് വയ്ക്കും. ഇതാ നമ്മുടെ ജിലേബി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അതിനൊന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. നമ്മൾ തിരിച്ച് മറിച്ച് വിട്ടിട്ട് റെഡിയാക്കി എടുക്കണം. ഇതാ നമ്മളങ്ങനെ ഓരോന്ന് വറുത്ത് കോരി ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഷുഗർ സിറപ്പിലേക്ക് ഇച്ചിരി ഏലക്കാപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഈ ഓരോ വറുത്ത് വെച്ച ജിലേബിയെ എടുത്തിട്ട് ആ ഷുഗർ സിറപ്പിനകത്തേക്ക് വെച്ച് കൊടുക്കുക കേട്ടോ. ഇതാ നമ്മുടെ ജിലേബി ഇവിടെ നല്ല റെഡി ആയിട്ടുണ്ട്. പിന്നെ 2 ലഡുവും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക കേട്ടോ. ഓക്കെ, ബൈ.